ഇമാതിരി വിവരമില്ലാത്ത ആളുകളുണ്ടോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനോജ് കെ ജയൻ ഉർവശി ദമ്പതികളുടെ ഏക മകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓടി വരുന്നത്? നമ്മളൊക്കെ സാധാരണ മലയാളികളല്ലേ, എന്തായിരിക്കും ഓടി വരുന്നത്? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം എന്നറിയാമോ? മനോജ് കെ ജയൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? എൻ്റെ മനസ്സിൽ ദിഗംബരനെയാണ്. ദിഗംബരൻ എന്നാൽ മനോജ് കെ ജയൻ. അതൊരു റീപ്ലേസ്മെന്റ് ഇല്ല. മറ്റാരെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ, കഥാപാത്രത്തെ അഭിനയിച്ചിരുന്നുവെങ്കിൽ അത് ഇത്രത്തോളം പെർഫെക്റ്റ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതൊക്കെയോ ഇന്റർവ്യൂസിൽ ദിഗംബരന്റെ ആ ഒരു അഭിനയ തികവ് പുള്ളി ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നെക്ക് ഇങ്ങനെ വട്ടത്തിലൊക്കെ കറക്കിയിട്ട് ആ ക്യാരക്ടേഴ്സിന്റെ രൂപമാറ്റങ്ങൾ, ഭാവമാറ്റങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം അഭിനയം എന്ന് പറയുന്നത് പുള്ളിയൊക്കെ ജനിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് കൊടുത്തിരുന്നൊരു സംഗതിയാണെന്ന് ചില സമയത്തൊക്കെ തോന്നും. അതുപോലെ തന്നെ ഉർവശി, അല്ലേ? ഉർവശിയെ കുറിച്ച് പറയാൻ പറ്റുമോ? ഏത് കഥാപാത്രങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, എത്ര ഭംഗിയായിട്ടാണ് അവർ അഭിനയിക്കുന്നത്, അല്ലേ? ഇനി കരയുന്നതാണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും നെടുവീർപ്പ്, അതായത് ഇങ്ങനെ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി നിന്ന് സംസാരിക്കുന്നത് പോലെയുള്ള അഭിനയങ്ങളാണെങ്കിലും ചമ്മുന്നതാണെങ്കിലും ഒക്കെ എത്ര പെർഫെക്റ്റ് ആണ്. അവരെ പോലെ ഇത്രത്തോളം ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ഈസി ആയിട്ട് അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ആക്ട്രസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട് കേട്ടോ, യോദ്ധ സിനിമയിലും തോറ്റാലും ജയിച്ചാലും എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിൽ ഇമയൊക്കെ വെട്ടിയിട്ട്, കണ്ണ് വെട്ടിയിട്ടൊക്കെ, അതായത് കണ്ണുകൾ കൊണ്ട് പോലും പുള്ളിക്കാരത്തെ അഭിനയിക്കും. ഇവളുടെ മകൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം ടാലന്റഡ് ആയിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാനുള്ള ഒരു കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 1-2 വർഷമായിട്ട് ഞാൻ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടിയുടെ ഡബ് സ്മാഷുകൾ കാണും. ഡബ് സ്മാഷ് എന്നല്ലേ പറയുന്നത്, ഈ മൂവി ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ലിപ്സിങ്ക് ചെയ്ത് പറയുന്ന ആ ഒരു സംഭവം, ടിക്ടോക്ക് അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ മിക്കപ്പോഴും പുള്ളിക്കാരത്തി കൽപ്പനയുടെ ചില സീൻസ് ഒക്കെയാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, കൽപ്പന ചെയ്തു വെച്ചിരിക്കുന്ന ആ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നതിൽ കൂടുതൽ ഞാൻ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അഭിപ്രായമാണ്. ഒരിക്കലും കൽപ്പന എന്ന് പറയുന്ന അതുല്യ പ്രതിഭയെ നമുക്ക് മറ്റാരുമായിട്ടും കമ്പാരിസൺ നടത്താൻ പറ്റില്ല, സാധിക്കത്തില്ല. പക്ഷേ എനിക്കത് കാണുമ്പോൾ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഡബ് സ്മാഷ് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച മറ്റൊരു വ്യക്തിയാണ് സൗഭാഗ്യ വെങ്കിടേഷ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ സൗഭാഗ്യ വെങ്കിടേഷ് ഈ ഡബ് സ്മാഷ് വീഡിയോസ് ഇഷ്ടമാതിരി ചെയ്യുമായിരുന്നു, എസ്പെഷ്യലി സലിം കുമാറിൻ്റെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നും തോന്നുമായിരുന്നു, സലിം കുമാറിൻ്റെ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സൗഭാഗ്യ ഡബ് സ്മാഷ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുഞ്ഞാറ്റയുടെയും. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, മനോജ് കെ ജയൻ്റെയും ഉർവശിയുടെ ഏക മകളായ കുഞ്ഞാറ്റ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു പ്രസ് മീറ്റ് ആണ് കേട്ടോ. പ്രസ് മീറ്റിൽ കുഞ്ഞാറ്റയും അച്ഛനായിരിക്കുന്ന മനോജ് കെ ജയനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനോജ് കെ ജയൻ അച്ഛൻ എന്ന നിലയിൽ പറയുന്നുണ്ട്. കുഞ്ഞാറ്റയും അദ്ദേഹവും ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമായിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സ്റ്റോറി കയ്യിൽ കിട്ടിയപ്പോൾ മനോജ് കെ ജയൻ കുഞ്ഞാറ്റയോട് പറഞ്ഞത്രേ, ആദ്യം അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം, അനുവാദം വാങ്ങിക്കണം, ഉർവശി സമ്മതിച്ചാൽ മാത്രം നീ സിനിമ ചെയ്യുക എന്ന്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളായിരുന്നു കേട്ടോ. കരയണോ, ഭയങ്കര സന്തോഷമാണോ, സങ്കടമാണോ, അതോ ഒരു തിരിച്ചറിവാണോ? ഈ കാലഘട്ടത്തിലൊക്കെ പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പം എക്സ് വൈഫ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ്സിനെ ആണെങ്കിലും ഇനിയിപ്പോൾ പ്രണയം ബ്രേക്കപ്പ് ആവുകയാണെങ്കിലും ഒരു തരം ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നോക്കുന്നത്. അതങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? എന്ന ഒരു കാലത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ ശത്രുക്കളെ പോലെ വേർപിരിയുന്നു, എന്നിട്ട് ശത്രുക്കളെ പോലെ ജീവിക്കുന്നു. ആ ശത്രുതാ മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് അത് തുടർന്നു പോകുന്നു അല്ലേ? രണ്ട് വ്യക്തികളാണ്, ചിലപ്പോൾ ഒരിക്കൽ പോലും അവർ ജീവിതത്തിൽ കണ്ടുമുട്ടി എന്ന് പോലും വരില്ല. എങ്കിലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ദേഷ്യവും ഒരു പകയും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും, അല്ല വേണ്ട, നമ്മളെല്ലാവരും ആ ഒരു വ്യക്തിയെ കണ്ടുപഠിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന, തിരിച്ചുപോയ, ഇപ്പോഴുള്ള ഓരോ വ്യക്തികൾക്കും, ഓരോ ബന്ധങ്ങൾക്കും എത്ര വലിയ വാല്യൂ ആണ് കൊടുക്കുന്നത്, എത്ര റെസ്പെക്റ്റോടു കൂടിയാണ് അദ്ദേഹം അതിനെയൊക്കെ നോക്കിക്കാണുന്നത്, മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം എന്നെ ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. എനിക്ക് ഭയങ്കര കൗതുകം വന്നു കേട്ടോ. അങ്ങനെ സാധിക്കും. അതൊരു പ്രസ് മീറ്റാണ്, ഒരുപാട് ആളുകളുണ്ട്, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. അദ്ദേഹത്തിന് നിലവിലൊരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ ആ ഒരു കൺസേൺ ഒക്കെ മനുഷ്യൻ എന്ന നിലയിൽ അതൊക്കെ നമുക്ക് ഇടയ്ക്ക് വരാനുള്ള കാര്യമുണ്ട്. പക്ഷേ ഉർവശി എന്നൊരു വ്യക്തി തൻ്റെ മകളുടെ അമ്മയാണ് എന്നും മുമ്പെങ്ങോ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്ന പോലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ
അത്ര നാളും ഞാനൊക്കെ വിചാരിച്ചിരുന്ന നമുക്ക് ഇവരൊന്നും പേഴ്സണലി അറിയത്തില്ലല്ലോ. അപ്പോൾ മനോജ് കെ ജയൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ്റെ മകൻ, ചില സ്റ്റേജസിലൊക്കെ ഇദ്ദേഹം പാട്ടൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ആർക്കും അറിയത്തില്ല. പക്ഷേ ആ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നന്മകൾ കൂടുതലുള്ളൊരു മനുഷ്യൻ എന്നെനിക്ക് തോന്നി. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഈ ജനറേഷനിൽ കുറച്ച് പേരെങ്കിലും അത് കണ്ട് മനസ്സിലായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇനി പ്രണയബന്ധമോ ഭർത്താവ് ഭാര്യ ഇതൊന്നും ആയിരിക്കണമെന്നില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ അല്ലെ, സൗഹൃദങ്ങളുണ്ട്, പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന സൗഹൃദങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ശത്രുതയോടുകൂടി ഓർക്കുമായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു ബന്ധമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചങ്ങലയുടെ ഒരു കണ്ണിയായിരുന്നു. ആ ഒരു ഓരോ ബന്ധങ്ങൾക്കും ആ ഓരോ വ്യക്തികൾക്കും ആ ഒരു വാല്യൂ കൊടുക്കണം, ആ ഒരു റെസ്പെക്റ്റ് അവരോട് കാണിക്കണം എന്നുള്ളൊരു പുതിയ പാഠം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇനി മറ്റൊരു കാര്യം, ഞാൻ വീഡിയോ ചെയ്യാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ് വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിങ്ങി പൊട്ടുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്കുള്ള അതേ സ്ഥാനം തന്നെയാണ് ആ വ്യക്തിക്കും കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഈ കോമന്റ് സെക്ഷൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. അതുവരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്ന വൈകാരികമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ കണ്ണിങ്ങനെ തള്ളി നിൽക്കും. കാരണം കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ഈ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഇമാതിരി വിവരമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഈ തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഏതറ്റം വരെ പോകും? കണ്ടുപഠിക്കട്ടെ, ദിലീപ് കണ്ടുപഠിക്കട്ടെ മനോജ് കെ ജയനെന്ന്. ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. ദിലീപ് എന്ത് കണ്ടുപഠിക്കാനാണ്? അതായത് ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന ദിലീപ് മഞ്ജു വാര്യറിനെ കുറിച്ച് പറഞ്ഞു കരയണമോ? മനോജ് കെ ജയൻ ആണോ ദിലീപ് മനോജ് കെ ജയനെ പോലെയാണോ ഇത്ര നാളും ജീവിച്ചത്? അല്ലെങ്കിൽ മനോജ് കെ ജയൻ ദിലീപിനെ കണ്ട് കോപ്പി ചെയ്താണോ ജീവിച്ചത്? പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം ദിലീപ് കണ്ടുപഠിക്കട്ടെ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഈ മനോജ് കെ ജയന്റെ അതായത് മനോജ് കെ ജയനും ഉർവശിയും ജീവിച്ചിരുന്നപ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന സ്വരച്ചേർച്ച തന്നെയാണോ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ? അത് കൊള്ളാലോ, അതെന്തൊരു മാജിക്കാണ്. അപ്പോൾ പിന്നെ ദിലീപ് കരയണോ, മനോജ് കെ ജയൻ കരയുന്നു ദിലീപ് കരയണം എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും, വന്ന വഴികൾ വ്യത്യസ്തമായിരിക്കും. മാത്രമല്ല അവർ രണ്ട് വ്യക്തികളാണ്. അവർ മനുഷ്യരെ കാണുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ഇമോഷണൽ ആവുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. സംസാരിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ഒരാളത് പ്രകടിപ്പിക്കുന്നുവെങ്കിൽ മറ്റൊരാളത് പ്രകടിപ്പിക്കണമെന്നില്ല. എല്ലാ മനുഷ്യരും ഒരിക്കലും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ ഇമാതിരി വിവരം കെട്ട കോമൻസ് ഇടുന്ന ആളുകൾ, അവരുടെയൊക്കെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളൊക്കെ എത്രമാത്രം വീർപ്പുമുട്ടിയായിരിക്കും ജീവിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരാൾ കരയുമ്പോഴേ അടുത്തിരുന്ന ആരെങ്കിലും കരച്ചിൽ വരാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പറയാം, നോക്ക് കരയുന്നുണ്ടോ, നീ എന്താ കരയാതെ, കരഞ്ഞോളാൻ പറയും. അത് ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയാണ്? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്? ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഘട്ടങ്ങളിൽ പോയ ആളുകളോടാണെങ്കിലും ശത്രുതാ മനോഭാവമില്ലാതെ അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അങ്ങനെയല്ല. ശത്രുതാ മനോഭാവം മാറ്റി വെച്ചിട്ട് അവർക്കൊരു വാല്യൂ കൊടുക്കുക. അതും നമ്മുടെ ബന്ധമെന്ന ചങ്ങലയിൽ ഒരു കണ്ണിയായിരുന്നു എന്ന തിരിച്ചറിവോടുകൂടി സൊസൈറ്റിയുടെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക, അവനവൻ്റെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നൊരു കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.